ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇങ്ങനെ ചിരിച്ച് വെച്ച് വീഡിയോ എടുക്കുന്നതിന് വെച്ചാൽ യൂട്യൂബിലും കൂടെ ഇടാമെന്ന് ഓർത്താണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ സിയോര എന്ന് പറഞ്ഞ പേജ് തുടങ്ങിയിട്ട് നമുക്ക് 100+ ഫോളോവേഴ്സായി, അതുപോലെ തന്നെ 50+ ഓർഡേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇതുപോലുള്ള പേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. അതായത് ഇതുപോലെ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കാന്ന് ഓർത്താണ് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മളൊരു പേജ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ചുക്കുമല്ല. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫ്രണ്ട്സും ഉണ്ട്, എല്ലാവരെയും അല്ല പറയുന്നത്. പക്ഷെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, അല്ല നമ്മളൊരു നല്ല വാക്ക് പറയും, പക്ഷെ വെറുതെയാണ് ഗൈസ്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജേർണിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, അങ്ങനെയുള്ള ആൾക്കാരും വേണം നമുക്ക്. കാരണം അവർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളുടെ ഒരു പവർ ശരിക്കും നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഒരുപാട് വിചാരിച്ച ആൾക്കാരുണ്ട്, അവരൊന്നും എന്താന്ന് പോലും വന്ന് തിരക്കിയിട്ടില്ല. അതിപ്പം കൂടെ പഠിച്ചവരായിരിക്കാം, എനിക്ക് അറിയാവുന്നവരായിരിക്കാം, ഞാൻ എല്ലാവരെയും ഒന്നും അങ്ങനെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമുക്ക് കിട്ടുന്ന ഒരു 50 ഓർഡറിൽ നമ്മൾ അതിലൊരു 48 ഓർഡർ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെയും കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, തീരെയില്ലെന്നല്ല പറഞ്ഞത്, എന്നാലും അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച അങ്ങനെയൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം വന്നുകൊണ്ട് എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇനി നന്നായി പോയാലോന്ന് ഓർത്തിട്ടാണോ അറിയത്തില്ല. എന്തായാലും ഭാവിയിലൊരു വലിയ ബ്രാൻഡൊക്കെ ആവുകയാണെങ്കിൽ ഇതുപോലെ കഥയൊക്കെ പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറയാം, നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. എനിക്ക് ഒരു പരിചയം പോലും ഇല്ലാത്ത, ഞാൻ ഇൻസ്റ്റ തുടങ്ങിയ സമയം തൊട്ട്, എനിക്കിപ്പോൾ എൻ്റെ 3000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇൻസ്റ്റ തുടങ്ങിയ സമയം തൊട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറെ പോലെ നമ്മളടുത്ത് അത്ര കമ്പനി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക്. കാര്യം ഒരു പ്രാവശ്യം പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ കമ്പനി അല്ലാന്ന് നനച്ചിരുന്ന ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് തന്നതും എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതും. പിന്നെ ഇതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വണ്ടിയുടെ EMI 4000 സംതിങ് ആണ്. അപ്പോൾ ആ പൈസ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്നാണ് ഞാനത് സെറ്റ് ചെയ്തത്. ഞാനത് 1 മാസത്തിനുള്ളിൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പുതിയൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസും എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് അടയ്ക്കാൻ പറ്റി. പിന്നെ ഞാൻ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മെറ്റീരിയൽസ് മേടിച്ച പൈസ അതും എനിക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടി. അപ്പം ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇതിലേക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവളെന്തായാലും കാണിക്കട്ടെ, അവളെന്താ കാണിക്കുന്നതുമില്ല, തിരക്കേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരും, എന്നാ നമ്മളിതൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു പവറിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഇതുപോലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ഇറങ്ങിക്കോ. നിങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, സ്റ്റോറി വെച്ചില്ല എന്നുള്ള ഒരു പരിഭവം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഒരു പവർ ഉണ്ടെന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ഇറങ്ങിക്കോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആ ഒരു 5-10 ആൾക്കാരല്ല, ഈ ലോകം തന്നെ ഉണ്ട്. മറ്റേ ആരാണ്ട് പറഞ്ഞ പോലെ, ഈ ലോകം തന്നെ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുതരും എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇറങ്ങിക്കോ. മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട. അപ്പോൾ ഇത് എൻ്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യം. അതിപ്പം പുതിയതായിട്ട് എല്ലാവരോടും ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, പുതിയതായിട്ട് ഇതുപോലെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാം അവരുടെ ആ ഒരു സ്റ്റാർട്ടിങ് ജേർണിയിൽ അവരാഗ്രഹിച്ച ആൾക്കാരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, കാരണം നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ ഒത്തിരി ഉണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ്.